ഹലോ എവരി വൺ. വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു അക്കാദമിക് ജേണി അല്ലെങ്കിൽ ഒരു ട്രാജഡീൻ്റെ വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു കേസ് സ്റ്റഡിയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സെപ്ഷണൽ എന്ന് പറയാൻ കാര്യം, ഞാൻ ഇതുവരെ കണ്ടതിലെ 4700+ സ്റ്റുഡൻസിലെ എല്ലാ സ്റ്റുഡൻസിനെയും പ്ലോട്ട് ചെയ്താലും അവരുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡും നോളജും കമ്പയർ ചെയ്താൽ അതിൽ എപ്പോഴും ഫസ്റ്റ് വരുന്നൊരു കുട്ടിയാണിത്. ട്രാജഡി എന്ന് പറയാൻ കാര്യം, ഇത്രയും ബ്രില്യൻറ്റും എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തിരഞ്ഞെടുത്തു. ആവശ്യത്തിനുള്ളതോ അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കിട്ടാണ്ട് വഴിയിൽ ഡ്രോപ്പ് ചെയ്ത് വളരെ ഓർഡിനറി ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൈവറ്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് ഈ കുട്ടീൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് കണ്ടാൽ അറിയാം, എല്ലാ ആപ്റ്റിറ്റ്യൂഡും വളരെ എക്സെപ്ഷനിലും ഹൈയിലും ആണ് പ്രവർത്തിക്കുന്നത്. അതായത് മൾട്ടി ഡിസിപ്ലിനറിയും മൾട്ടി ടാലന്റഡും ആയിട്ട് വരുന്ന വളരെ യൂണീക്ക് ആയിട്ടുള്ള പ്രൊഫൈലുകളിലൊന്നാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ. 2, നോളജ് ടെസ്റ്റിൽ നോക്കിയാൽ അറിയാം, സയൻസ് തൊട്ട് മാത്തമാറ്റിക്സ് വരെയുള്ള കാര്യത്തിലും ഏറ്റവും നല്ല റിസൾട്ടുകളിലൊന്നാണ് ഈ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ. അതായത് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് n നമ്പർ ഓഫ് കേസസ് എടുക്കാം ഈ സ്റ്റുഡൻറ്റ് എക്സെപ്ഷനിലാണ് എന്നുള്ളൊരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സ്റ്റുഡൻസ്, ആസ് പാരൻസ്, ആസ് മെന്റേഴ്സ് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തതായിട്ട്, കോച്ചിങ്ങിന് വേണ്ടി നിങ്ങൾ എന്ത് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ റെപ്യൂട്ടഡ് ആയിരിക്കണം. ഈ റെപ്യൂട്ടഡ് എന്ന് പറയുന്നത് റിസൾട്ട് ഉണ്ടാകണം. അതിനേക്കാൾ ഉപരി കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. കാരണം ആ കോമ്പറ്റീഷനാണ് നിങ്ങളെ ഒരു സ്റ്റേജ് വരെ മുമ്പോട്ട് എത്തിക്കുന്നത്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എൻട്രൻസ് പ്രിപ്പറേഷനിൽ തുടക്കത്തിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒത്തിരി പ്രോമിസ് തരും. പക്ഷെ അതിന്റെ പകുതിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഈ പ്രോമിസുകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് യാതൊരു റെമഡിയും നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഓപ്ഷൻ സേഫ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പൈസ സ്പെൻഡ് ചെയ്തല്ലോ, ടൈം സ്പെൻഡ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സങ്ക് കോസ്റ്റ് വന്ന ഒരു ഫാലസിയിലേക്ക് ഒരിക്കലും പോകരുത്. 4, സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ടത്, വളരെ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും ഒരു എൻട്രൻസ് പ്രിപ്പറേഷനോ കരിയറിൽ ഏതെങ്കിലും ഒരു ചോയ്സിൽ ഏറ്റവും കൂടുതൽ നമ്മളെ രക്ഷിക്കാൻ എഫോർട്ട് ഇടേണ്ടത് നമ്മൾ തന്നെയാണ്. അതായത് സിറ്റുവേഷൻസിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആസ് എ സ്റ്റുഡന്റ് നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷനും എടുക്കണം. നോബഡി ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു എന്നുള്ളൊരു ചിന്തയിൽ ഡെസ്പറേറ്റ് ആയി ഈ +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം ബേസിക് ലോജിക്കാണ്. അപ്പൊ സമ്മറൈസ് ചെയ്താൽ, ഏറ്റവും എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടിയാൽ തന്നെ ആ ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ ജീവിതം തന്നെ മാറ്റിമറിയാം എന്നുള്ളൊരു കാര്യത്തിന്റെ ക്ലാസിക് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് നമ്മളിവിടെ കണ്ടത്. താങ്ക് യു സോ മച്ച്.